ഇവർ എല്ലാവരും ചേർന്ന് അതിനെ അടുക്കളയിൽ ഒതുക്കി നിർത്തി. നീ ആ 2 നശൂലങ്ങളെ കൂടെ ഒന്ന് ഒതുക്കി വെക്കണം. പിന്നാലെ നടന്ന സ്വസ്ഥതകളിൽ അനി പറഞ്ഞു. അത് ഞാൻ ഏറ്റളിയ. ആ അല്ലിയും അങ്കിയുമല്ലേ, ശരിയാക്കാം. റോസിനെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. റോസ് അവനെ നോക്കി കണ്ണിറുക്കി കൊണ്ട് പടിയിറങ്ങി. തുള്ളിച്ചാടി പടിക്കെട്ടി ഇറങ്ങിയപ്പോൾ ഒരു പടി ചവിട്ടാൻ മറന്നു. താഴേക്ക് ഉരുണ്ട് വീണത് നേരെ റോയിയുടെ മുന്നിൽ. അമ്മച്ചി, എന്നെ ഒന്ന് പൊക്കിയെടുക്കട കാലമാടാ, റോയിയെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. നിനക്കെന്താ കണ്ണു കണ്ടൂടെ? തനിയെ എണീറ്റാൽ മതി. അല്ല പിന്നെ, റോയ് പറഞ്ഞു. ബാമ, അനി ഒന്ന് ഓടിവായോ, റോസ് ഉച്ചത്തിൽ വിളിച്ചു. ബാമ വേഗം വന്ന് അവളെ പൊക്കി. എന്ത് പറ്റി ചേച്ചി, എന്താ ഉണ്ടായത്? ബാമ അവളെ ഉയർത്തി എഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും അനി അങ്ങോട്ടെത്തി. എന്താ റോസ്, ഇവിടെ ഒരു ചക്ക വെട്ടി ഇട്ടത് കേട്ടല്ലോ, അനി പറഞ്ഞു. ചക്ക നിന്റെ കൂട്ടുകാരി തന്നെയാ, റോയ് പറഞ്ഞു. എടാ, എൻ്റെ നടുവ് പോയി, എന്നെ പൊക്കിയെടുക്ക്, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോ, നടു പിടിച്ച് റോസ് കരഞ്ഞു. ഇവിടെ ഉണ്ടല്ലോ ഡോക്ടർ. റോയ്, നീ തന്നെ അവളെ നോക്കിക്കോ, അനി അവനെ നോക്കി പറഞ്ഞു. റോയ് അവളെ അടുത്തേക്ക് നീങ്ങി. ബാമയിൽ നിന്ന് അവളെ പിടിച്ചു ഒരു പൊക്ക് പൊക്കി. എല്ലാവരും ഞെട്ടിപ്പോയി. ഒരു കുഴമ്പെടുത്തിട്ട് വാ, ബാമയോട് റോയ് പറഞ്ഞു. ബാമ വേഗം കുഴമ്പെടുക്കാൻ പോയി. റോയ് അവളെ പൊക്കിയെടുത്ത് അവൻ്റെ റൂമിൽ കിടത്തി. അവൾ അവനെ നോക്കി നിന്നു. എന്തോ ഒരു സ്പാർക്ക് അവനെ കണ്ടന്ന് തൊട്ട് തോന്നിയിരുന്നു. ഈ ഇച്ഛായി റോസിനെ ചീത്തക്കുട്ടിയാക്കും, അവൾ മനസ്സിൽ പറഞ്ഞു. അവളുടെ കണ്ണുകൾ അവൻ്റെ കട്ടിമീശയിലും വരണ്ടു കിടക്കുന്ന ചുണ്ടിലും ദൃഷ്ടിപ്പെട്ടു. ആ വരണ്ട ചുണ്ടിനെ ഒന്ന് തുണിച്ചു നോക്കിയാലോ? വേണ്ട റോസ്, വേണ്ട. നിന്റെ അമ്മ പണ്ട് പപ്പയെ കയറി ഉമ്മിച്ച പോലെ ഇവിടെ ചരിത്രം ആവർത്തിക്കാൻ നിൽക്കണ്ട, സമയമായില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? നിന്റെ കാനഡയിലുള്ള സായിപ്പുമാരൊന്നും ഇത്രയ്ക്ക് ഗ്ലാമർ ഇല്ലേ? അവൻ ചോദിച്ചു. പിന്നെ കണ്ടാലും മതി, റോസ് പറഞ്ഞു. മാമ കുഴമ്പ് പിടിച്ചു വന്നു, ഒപ്പം അനിയും. നിന്റെ ടോപ്പ് പോക്ക്, റോയ് പറഞ്ഞു. എന്ത്? റോസ് ചോദിച്ചു. എൻ്റെ ഈശ്വര, ഞാൻ ഒരു ഉമ്മയെപ്പറ്റി ചിന്തിച്ചത് ഇയാൾ അറിഞ്ഞ? ഇത്രയ്ക്ക് ഫാസ്റ്റാണോ ഇച്ചായൻ, കൊച്ചു കള്ളൻ, അവൾ മനസ്സിൽ കരുതി. ബാമി ഞെട്ടലോടെ റോസിനെ നോക്കി. അപ്പോൾ റോയ്, നീ നിന്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക, ഞാനും ബാമി ഇപ്പോൾ വരാം. ഇത്രയും പറഞ്ഞു ബാമിയെ അവൻ ആ ലൈബ്രറി മുറിയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയി. എന്താടോ ഇങ്ങനെ നോക്കാൻ? ടോപ്പ് പൊക്ക്, റോയ് പറഞ്ഞു. ഇത്ര പെട്ടെന്ന് പൊക്കാൻ പറഞ്ഞാൽ എങ്ങനെയാ? കുറച്ച് കഴിയട്ടെ, സമയമായില്ല, റോസ് നാണത്തോടെ പറഞ്ഞു. അയ്യേ, എന്താടി, മര്യാദയ്ക്ക് തിരിഞ്ഞു കിടക്ക്. ഒരു ഡോക്ടർ രോഗിയെ കാണുന്ന പോലെയാ നിന്നെ ഇപ്പോൾ കാണുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. റോസ് ചെറുതായി ചമ്മി. വേഗം ടോപ്പ് കുറച്ച് പൊക്കി കമിഴ്ന്നു കിടന്നു. അവൻ ഒന്നുകൂടി അവളുടെ ടോപ്പ് കുറച്ചുകൂടി മുകളിൽ കയറ്റി. അവൻ്റെ വിരലുകൾ അവളുടെ പുറത്ത് തട്ടിയപ്പോൾ എന്തോ ഒരു വികാരം അവനും പെട്ടെന്ന് തോന്നി. പക്ഷെ അത് മറച്ചുകൊണ്ട് അവൻ അവളിൽ കുഴമ്പ് തേച്ചു കൊടുത്തു. പിന്നെ അവളെ നടുവ് നോക്കി തിരിപ്പിച്ചു. അവൾ പെട്ടെന്ന് കാറ് വിളിച്ചുവെങ്കിലും അവളുടെ കുത്തുന്ന വേദന കുറഞ്ഞ പോലെ തോന്നി. ഇപ്പോൾ കുറഞ്ഞു? റോയ് ചോദിച്ചു. ആടോ, എങ്കിൽ ഈ തിരിച്ചിൽ ആദ്യം ചെയ്താൽ പോരെ? താൻ കൊള്ളാം, എൻ്റെ എടുപ്പ് കാണാൻ വേണ്ടി ചെയ്തതല്ലേ ഇത്? റോസ് കണ്ണുരുട്ടി ചോദിച്ചു. എന്ത് കഷ്ടാ, നിന്നെ എടുത്തു വന്ന് എന്നെ പറഞ്ഞാൽ മതി, പിന്നെ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി, റോയ് പറഞ്ഞു. അതും ചെയ്തതാ ഡോക്ടർ, രോഗിയായി കണ്ടാൽ മതി. നിന്നെ കെട്ടുന്നതിനെ എനിക്കൊന്ന് കാണണം, നീ വല്ലാത്തൊരു ജന്മം തന്നെ. താങ്ക്സ് ഡോക്ടർ, കണ്ണുറുക്കിക്കൊണ്ട് റോസ് പറഞ്ഞു. റോയ് അവളോട് ആദ്യമായി മനസ്സറിഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ചു. വാതിൽ തുറന്ന് പുറത്തിറങ്ങി. ചായ പിടിച്ച് നിൽക്കുകയായിരുന്നു അങ്കിത. താങ്ക്സ് അങ്കിത, ഇത്രയും പറഞ്ഞ് റോയ് ചായ വാങ്ങി. അവളോട് പുഞ്ചിരിച്ച് താഴെ ഇറങ്ങി. അങ്കിതയ്ക്ക് എന്തോ മുഖം റോയി കാണുമ്പോൾ ചുവന്നു വന്നു. അത് കണ്ട് റോസിന് കലിപ്പ് കയറി. എടി മങ്കി, അല്ല അങ്കി, എൻ്റെ ഇച്ഛേനെ കണ്ടോ? എങ്ങോട്ടാ പോയത്? നിഷ്കുഭാവത്തിൽ അവൾ ചോദിച്ചു. എനിക്കറിയില്ല, അങ്കി പറഞ്ഞു. ഛേ, എൻ്റെ നടു മസാജ് ചെയ്ത് ഇപ്പോൾ പോയതാ, ഇനി ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാൻ കൂടി വരും. പുള്ളിയെ കണ്ടാൽ ഞാൻ ബാത്റൂമിലുണ്ട് പറഞ്ഞേക്കിട്ടോ, റോസ് പറഞ്ഞു. എന്ത്? കാനഡയിൽ ഇതാണോ സംസ്കാരം? അങ്കി ചോദിച്ചു. അതിനെന്താ, മൂപ്പർക്ക് എന്നോട് ലവാണ്, കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാ, അപ്പോൾ പിന്നെ ഞാനും സമ്മതിച്ചു. റോസ് ഇത്രയും പറഞ്ഞ് മുറിയിൽ കയറി. നാശം, ഇനി ആ ഡോക്ടറെ കൂടി ഇവൾ വളച്ചെടുക്കും. ആയെക്കുറിച്ച് തേയ അനിയേട്ടിനേക്കാൾ കൂടുതൽ ഉള്ളത് ഇതിനാ, അങ്കി മനസ്സിൽ പറഞ്ഞു. ബാമയെ പിടിച്ച് ലൈബ്രറി തുറന്ന് അവൻ വാതിൽ കുറ്റിയിട്ടു. ഏട്ടാ, പോവട്ടെ ഞാൻ, ചേച്ചിക്ക് എൻ്റെ ഹെൽപ്പ് വേണ്ടി വരും, പ്ലീസ്. പിന്നെ അവൾക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട, അവളെ എനിക്കറിയുന്ന പോലെ നിനക്കറിയില്ലല്ലോ. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നീങ്ങി. അവൾ പേടിച്ച് വിറച്ച് പിന്നിലേക്ക് നീങ്ങി. ഭിത്തിയിൽ ചേർന്ന് നിന്നപ്പോൾ 2 കൈകൾ കൊണ്ട് അവൻ ലോക്ക് ചെയ്തു. വാമി, നീ ഇങ്ങനെ പേടിച്ച് വിറക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയാ. ഞാൻ നിന്റെ കെട്ടിയവനല്ലേ, അല്ലാതെ കൊണ്ടൊന്നുമല്ല, അനി പറഞ്ഞു. അതിങ്ങനെ അടുത്ത് വന്നാൽ ഞാൻ പേടിക്കും, നോക്ക് എൻ്റെ നെഞ്ചെടുപ്പ് കൂടി വരാ, അവൾ അവളുടെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ്റെ വലതുകൈ അവളുടെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് വെച്ചു. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. അവൻ്റെ കരസ്പർശം ഏറ്റതും ഹൃദയം പൊട്ടും എന്ന് തോന്നിപ്പോയി. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നീങ്ങി. അവൾ പേടിച്ച് വിറച്ച് പിന്നിലേക്ക് നീങ്ങി.
ഭിത്തിയിൽ ചേർന്ന് നിന്നപ്പോൾ 2 കൈകൾ കൊണ്ട് അവൻ ലോക്ക് ചെയ്തു. ഇങ്ങനെ മിടിക്കാൻ തുടങ്ങിയാൽ ഞാൻ പാടുപെടും, അവൻ കുസൃതിയിൽ അവളെ നോക്കി പറഞ്ഞു. അവൾ വേഗം അവൻ്റെ കൈ തട്ടി മാറ്റി. ചി, എന്താടി നീ കൈമാറ്റുന്നേ? ഞാനല്ലേ നിന്റെ നെഞ്ചിലെ അവകാശി, അനി പെട്ടെന്ന് ദേഷ്യം കൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു. ഭാമ പെട്ടെന്ന് പേടിച്ചുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. മനുഷ്യൻ്റെ ഗതികേട്. സ്നേഹിച്ചാൽ കുറ്റം, സ്നേഹിക്കാൻ നിൽക്കാതെ നിന്നാൽ അതും കുറ്റം. ഇത്രയും പറഞ്ഞവൻ അവളിൽ നിന്ന് നടന്ന് ജനലിൽ അടുത്തുപോയി തിരിഞ്ഞു നിന്നു. ഭാമയുടെ ചെറിയൊരു അവഗണന പോലും തനിക്ക് സഹിക്കുന്നില്ല, അവൻ ആലോചിച്ചു. ഭാമ പതുക്കെ അവൻ്റെ അടുത്ത് വന്ന് അവൻ്റെ ഉള്ളം കൈ അവളുടെ മാറിലേക്ക് ചേർത്ത് വെച്ചു. ഇവിടെ അനിയേട്ടന് മാത്രമേ ഉള്ളൂ അവകാശം. എൻ്റെ ഓരോ മിടുപ്പ് പോലും ഏട്ടന് വേണ്ടിയാ, അവൾ പറഞ്ഞു. അനി അവളെ ഒരു നിമിഷം ഉറ്റുനോക്കിക്കൊണ്ട് അവളെ വാരിപ്പുണർന്നു. അവളുടെ എല്ലുകൾ പൊടിയുമെന്ന് അവൾ പേടിച്ചു. പതുക്കെ അവൻ അവളെ എടുത്തു പൊക്കി അവിടെയുള്ള ചാരുകസേരയിലിരുന്നു. അവൻ്റെ മടിയിലിരിക്കുന്ന ഭാമ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൻ്റെ മാറിൽ ചാരി. അവൻ അവളുടെ കണ്ണുകളിൽ ചുംബിച്ചു. പതുക്കെ അവൻ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കീഴ്ചുണ്ടടുത്ത് കൊണ്ടുപോയി. ഭാമ കണ്ണു മുറുക്കി അടച്ചു. അവൻ അവളുടെ കീഴ്ചുണ്ട് ആഞ്ഞു കടിച്ചു. അവൻ്റെ ദന്തത്തിൻ്റെ ആഴം അവളുടെ ചുണ്ടുകൾ അറിഞ്ഞു. വേദനയും ചോരച്ചുവയും കൊണ്ട് അവൾ പൊളഞ്ഞു. ഇതെന്തിനാ അറിയോ? നേരത്തെ നിന്റെ പ്രവൃത്തി കാരണമാണ്. ഞാൻ ഇങ്ങനെയാണ് ഭാമി. ഒരുപാട് കൊഞ്ചിക്കാനും പഞ്ചാര വർത്തമാനം പറയാനും എനിക്കറിയില്ല. എൻ്റെ പ്രേമം ഇങ്ങനെയൊക്കെയാണ്. നിനക്കെന്നെ പ്രേമിക്കാൻ പറ്റുമോ? അനി അവളോട് ചോദിച്ചു. പറ്റും, അവൾ അവളുടെ ചുണ്ടിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. അവൻ വേഗം അവളുടെ ചുണ്ടിൽ ചോര നാവുകൊണ്ട് നുണഞ്ഞു. വീണ്ടും അവളെ അഗാധമായി ചുംബിച്ചു. അവളും അവനെ അവൻ്റെ കീഴ്ചുണ്ടിൽ ചെറിയൊരു കടി കൊടുത്തുകൊണ്ട് തിരിച്ചും ചുംബിച്ചു. കിതപ്പ് അനുഭവപ്പെട്ടതുകൊണ്ട് അനി അവളിൽ നിന്ന് അടർന്നു. തൻ്റെ ചുണ്ടിൽ തൊട്ടു. ചോര പൊടിഞ്ഞു അവൻ്റെ ചുണ്ടിൽ. പകവീട്ടിയല്ലേടി, അവൻ ചുണ്ടിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ഭാമ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അനി അവളെ ഒന്നുകൂടി ഇടുപ്പിൽ കൈകൾ ചേർത്ത് അവൻ്റെ നെഞ്ചോരം ചേർത്ത് നിർത്തി. അവളുടെ ധാവണി പിൻ പൊട്ടിച്ചു. ധാവണി ചുറ്റിയത് ഇടുപ്പിൽ നിന്ന് വേർപെടുത്തി താഴേക്ക് വലിച്ചെറിഞ്ഞു. അവൾ പെട്ടെന്ന് കൈകൾ കൊണ്ട് മാറിമറിച്ചു. അവൻ അവളെ ദേഷ്യത്തോടെ നോക്കിയപ്പോൾ അവൾ കൈകൾ താഴ്ത്തി. അവൻ അവളുടെ മാറിലേക്ക് മുഖം കുത്തി. അവൾ പെട്ടെന്ന് പിഴഞ്ഞു. അവൻ വേഗം അവളുടെ താടിത്തുമ്പിൽ ഒരു മുത്തമിട്ടു. അവളുടെ മാറിൽ തൻ്റെ രോമങ്ങൾ കൊണ്ട് തലോടാൻ തുടങ്ങി. ഭാമയുടെ ശ്വാസഗതി ഉയരുന്നത് അവൻ അറിഞ്ഞു. അവളുടെ മാറിൻ്റെ ഇടുക്കിൽ തെളിഞ്ഞു കിടക്കുന്ന കറുത്ത പുള്ളിയെ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഭാമി, ഞാനും നീയും മാത്രമുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ നീ ഇതുപോലെ എന്നെ നിന്റെ മാറോട് ചേർത്ത് കിടത്തണം. അതിൻ്റെ ഇടയിൽ ഒരു ന്യൂലര ബന്ധം പോലും വേണ്ട. ദാ ഇതുപോലെ മതി. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതും അഴിക്കാം. നിന്റെ മിടിപ്പ് കേട്ട് എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇരിക്കും. നിന്റെ ശരീരത്തിൻ്റെ മണവും നിന്റെ ഈ ചോക്ലേറ്റ് നിറവും എന്നെ ഞാനല്ലാതെ ആക്കുന്നു ഭാമ. നിന്നെ കാണുമ്പോൾ ശരിക്കും ഞാൻ വേറെ ആരോ ആവുന്നു. പെണ്ണ് ഒരു ലഹരിയാണ് എന്ന് ഞാൻ ശരിക്കും ഇന്നലെയാണ് മനസ്സിലാക്കിയത്. നിന്റെ നഗ്നമീന് തഴുകിയപ്പോൾ അവൻ അവളോട് പറഞ്ഞു. അവൻ്റെ ഓരോ വാക്കുകൾ അവളിലെ സ്ത്രീയെ ഉണർത്തുന്ന പോലെ അവൾക്ക് തോന്നി. തൻ്റെ ശരീരവും നിറവും ഇന്ന് ഈ മനുഷ്യനൊരു ലഹരിയാണ്. എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തത്, ഇതുപോലെ ഒരാളെ കിട്ടാൻ, ഭാമ മനസ്സിലോർത്തു. പതുക്കെ അവൾ അവൻ്റെ രോമം നിറഞ്ഞ കവളിൽ ഒരു ചുംബനം കൊടുത്തു. ഒരു ചുടുകണ്ണീർ അവൻ്റെ കവളിൽ പതിഞ്ഞു. അതെ, അവളുടെ കണ്ണീർ തന്നെ. തൻ്റെ നിറത്തെയും സൗന്ദര്യത്തെയും എല്ലാം അപമാനിച്ച ലോകത്ത് ഇന്ന് അതൊരു ലഹരിയായി കണ്ട് തന്നെ ആഗ്രഹിക്കുന്ന പുരുഷനെ കണ്ടപ്പോൾ ഒരു സ്ത്രീയുടെ കണ്ണിൽ നിന്നും ഉതിർന്നു വീണ ആനന്ദ കണ്ണീർ. ഭാമയുടെ ചുംബനം അനിരുദ്ധനിൽ ആവേശം കൂട്ടി. അവൻ അവളെ ഒന്നുകൂടി വാരിപ്പുണർന്നു. ഏട്ടാ മതി, പോവട്ടെ പ്ലീസ്, ഭാമ പറഞ്ഞു. എങ്ങും പോകേണ്ട, എന്നെ ഇങ്ങനെ മാറിൽ ചേർത്ത് കിടത്ത്. അതാണ് നിന്റെ ജോലി, അല്ലാതെ അടുക്കളയല്ല, അനി പറഞ്ഞു. ഭാമ വാത്സല്യത്തോടെ അവനെ ഒന്നുകൂടി മാറിലേക്ക് ചേർത്തു. ഏട്ടാ, നാളെ മുതൽ ഞാൻ പഠിക്കാൻ പോവും. എൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്, ഭാമ പറഞ്ഞു. വേണോ ഭാമി? പിന്നെ നീ എന്നെ സ്നേഹിക്കാൻ നിൽക്കുമോ? എനിക്കൊരിക്കലും അതൊരു കുറവായി തോന്നിയിട്ടില്ല ഭാമ, അവൻ പറഞ്ഞു. ഇപ്പോൾ തോന്നില്ല, പക്ഷെ ഭാവിയിൽ തോന്നും. നമുക്കൊരു കുഞ്ഞുണ്ടായാൽ അതിന് പറഞ്ഞു കൊടുക്കാൻ പോലും എനിക്കൊന്നും അറിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഏയ് കറുമ്പി, നീ കരയണോ? നീ പഠിച്ചോ, നിന്റെ ഇഷ്ടം വരെ പഠിച്ചോ. പക്ഷെ നിന്നിലുള്ള ഈ അവകാശമുണ്ടല്ലോ, അതെനിക്ക് എപ്പോഴും തന്നാൽ മതി. അനി അവളുടെ ചുണ്ട് ചപ്പി വലിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്ക് റോസ് വാതിൽ തുറന്നു കയറി. ഭാമ പെട്ടെന്ന് കുതിറി എണീറ്റ് നിന്നു. തൻ്റെ ധാവണി താഴെ കിടക്കുന്നു കണ്ട അവൾ നാണം കൊണ്ട് തിരിഞ്ഞു നിന്നു. ഡാ കാലമാടൻ, നീ ഇവിടെ കൊച്ചിനെ പീഡിപ്പിക്കുകയായിരുന്നു അല്ലേ? നിന്നോടൊരു 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആക്രാന്തം കാണിക്കില്ലേ എന്ന്. റോസ് തൻ്റെ കണ്ണുകൾ ഒരു കൈകൊണ്ട് പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അനിവേഗം അവളുടെ ധാവണി ഭാമയ്ക്ക് കൊടുത്തു. അവൾ വേഗം ചുറ്റി. ഡീ പെണ്ണെ, നീ ഓവറാക്കേണ്ട, അതിന് മാത്രം ഒന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ സീൻ പിടിക്കാൻ പണ്ടേ നീ മുന്നിലാണല്ലോ, അനി പറഞ്ഞു. നിനക്ക് ചെയ്യാം, നമ്മൾ പറഞ്ഞാൽ കുറ്റം അല്ലേ തേണ്ടി? റോസ് തൻ്റെ കൈകൾ ഇടുപ്പിൽ കുത്തിക്കൊണ്ട് ചോദിച്ചു. ഞാൻ പോട്ടെ, ചെടിക്ക് വെള്ളം നനയ്ക്കാൻ പോട്ടെ. ഇത്രയും പറഞ്ഞ് ഭാമ തുള്ളിച്ചാടിപ്പോയി. നീ മാറി അനി,
അവളെ എനിക്കിഷ്ടമായി. അവളാണ് കാരണം. ഒരു പെണ്ണിനെ പോലും നീ നോക്കുന്നേ ഞാൻ കണ്ടിട്ടില്ല. നീ ഇന്ന് ഒരു പെണ്ണിനെ ഇങ്ങനെയൊക്കെ. റോസ് പറഞ്ഞു. ഞാനും മനുഷ്യൻ തന്നെയാ. വികാരം ഉള്ളിൽ വെച്ച് പ്രകടിപ്പിക്കാൻ സമയമായപ്പോൾ പ്രകടിപ്പിച്ചു. അനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ റോയ് സിംഗിളാണോ? ഒരു ഡിവോഴ്സ് കഴിഞ്ഞ ആളാ. അമ്മ പറഞ്ഞത് കേട്ടതാണ്. ഒരു പെണ്ണ് ചതിച്ചു പോയതാ. നീ ഇനി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നിൽക്കണ്ട. നിന്റെ ചാട്ടം എങ്ങോട്ടേ എന്ന് എനിക്ക് മനസ്സിലായി, അനി പറഞ്ഞു. ഇതൊരു പുതിയ അറിവാണ്. ഡോക്ടർ ഒന്ന് കെട്ടിക്കഴിഞ്ഞതാണല്ലേ? റോസ് കുറച്ചു നേരം മൗനം പാലിച്ചു നിന്നു. അടയ്ക്കാക്കിളി, ഇനി അതാലോചിച്ച് നിൽക്കണ്ട. റോസിനെ കുട്ടി അനി താഴേക്ക് ഇറങ്ങി. താഴെ റോയ് പാമയുടെ കൂടെ ചെടിക്ക് വെള്ളം നനയ്ക്കുകയാണ്. പാമേ, എന്താ ഒരു പ്രസാദ മുഖത്ത്? റോയ് ചോദിച്ചു. ഏയ് ഒന്നുമില്ല. നാളെ മുതൽ പഠിത്തക്കാരിയാവുമല്ലേ? കളിയാക്കല്ലേ, പാമ പറഞ്ഞു. എന്തോ കുസൃതി തോന്നി. റോയ് അവൻ്റെ ഓസ് അവളുടെ നേരെ നീട്ടി. പെട്ടെന്ന് വെള്ളം അവളുടെ മേലിൽ വന്നു. അവൾ കിടന്നു തുള്ളി. അവളും തിരിച്ച് ഓസ് അവൻ്റെ നേരെ ആക്കി. രണ്ടുപേരും അതിമറന്ന് വെള്ളമാക്കി കളിച്ചു. താഴെ ഇറങ്ങിയ അനിയും റോസും കണ്ടത് ഇവരുടെ കളിയാണ്. അനിയുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ദേഷ്യം അവൻ്റെ കണ്ണിൽ പടർന്നു കയറി. റോസ് അവൻ്റെ മാറ്റം ശ്രദ്ധിച്ചു. പെട്ടെന്ന് പാമ പിന്നിലേക്ക് വീഴാൻ പോയതും റോയ് അവളെ പിടിച്ചു. പാമ, അനി ഉറക്കെ വിളിച്ചു. അവൾ വേഗം അവനിൽ നിന്ന് അടർന്നു. അവൾ പേടിച്ചു. പോയി ഡ്രസ് മാറ്. നീ എന്താ ചെറിയ കൊച്ചാ വെള്ളത്തിൽ കളിക്കാൻ? അവനുള്ളിലെ ദേഷ്യം കുറച്ച് ഒതുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. റോയി അവൻ നോക്കി ദഹിപ്പിച്ചു. ബാമ വേഗം ഉള്ളിലെ മുറിയിൽ കയറി. അന്നത്തെ ദിവസം ബാമയെ അവൻ അവഗണിച്ചു. അവളെ വേറെ ഒരുത്തൻ്റെ കൂടെ കാണാൻ പോലും വയ്യ, അതും റോയ്. അവൻ അവളോടുള്ള ഫീലിംഗ് എന്തായെന്ന് അറിയില്ല. പക്ഷേ വേണ്ട, ഒരാണ് പോലും വേണ്ട അവൾക്ക്. ബാമ അനിയുടെയാണ്. ഒരു നായകൻ മതി, പ്രതിനായകൻ വേണ്ട. അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ഒരു സിഗരറ്റ് പോയിച്ച് ബാൽക്കണിയിൽ നിന്നു. അപ്പോഴേക്കും ബാമ മുറിയിൽ കയറി. ബാമയെ റോയുടെ കൂടെ കണ്ട ദേഷ്യം അവൻ്റെ മുഷ്ടി ചുരുട്ടി. അവൻ അവളുടെ സുഹൃത്താണ് എന്നറിയാം, പക്ഷേ എന്തോ ഉള്ളിൽ ദേഷ്യം പോകുന്നു. ബാമ നനഞ്ഞ വസ്ത്രം മാറ്റാനായി മുറി തുറന്നു കയറി. പതുക്കെ തിരിഞ്ഞു നിൽക്കുന്ന അനിയുടെ പിന്നിലൂടെ പുണർന്നു. കലിപ്പൻ ചൂടിലാണോ? അവൾ പതുക്കെ അവൻ്റെ പുറത്ത് ചുംബിച്ചു. അവൻ അവളെ വലിച്ച് അവൻ്റെ മുന്നിലേക്ക് ചേർത്ത് നിർത്തി. ഒരു ചാൻസ് നോക്കി നിൽക്കുകയാണോ നീ റോയുടെ കൂടെ അടുക്കാൻ? എനിക്കിഷ്ടമല്ല, എത്ര ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവനോട് കൂടുന്നത്, അനി അവളെ നെഞ്ചോട് ചേർത്ത് പറഞ്ഞു. എൻ്റെ ആദ്യത്തെ കൂട്ടാണ് റോയിച്ചൻ. എൻ്റെ സഹോദരനാണ് എനിക്കയാൾ. പിന്നെ അനിയേട്ടൻ്റെ സ്ഥാനം എന്നും എൻ്റെ ഇടനെഞ്ചിലല്ലേ, അതാർക്കും കൊടുക്കാൻ പറ്റുമോ? വാമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അനിയുടെ മുഖം പൂത്തിരി കത്തിയ പോലെ തെളിഞ്ഞു. അവൻ വേഗം അവളെ ഉയർത്തിപ്പൊക്കി ബെഡിലിട്ടു. അവളുടെ മേലെ അവൻ കിടന്നു. മാറേട്ടാ, ആകെ നനഞ്ഞിരിക്കുകയാണ്, പോയി വസ്ത്രം മാറണം, അവൾ പറഞ്ഞു. നിന്നെ ഡ്രസ്സ് ഉരിപ്പിക്കാൻ തന്നെയാ ഞാൻ കെടുത്തേ, അനി മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, വേണ്ടാട്ടോ, എനിക്ക് വൈകുന്നേരം ചായ ഉണ്ടാക്കാൻ സമയമായി. ഇളയമ്മ ചായ ആയില്ലേ ദേഷ്യപ്പെടും, ബാം പറഞ്ഞു. ആ തള്ള സ്വയം ചായ ഇടട്ടെ, പിന്നെ വേറെ 2 പെണ്ണുങ്ങളില്ലേ, അനി ദേഷ്യത്തിൽ പറഞ്ഞു. അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ പോവാ. അവൾ അവനെ ഉന്തിത്തള്ളി ഉയരാൻ ശ്രമിച്ചതും അവൻ്റെ ബലപ്രയോഗം കൊണ്ട് അവളുടെ ധാവണി പിൻപൊട്ടി മാറിൽ നിന്ന് ഊർന്നു വീണു. നിമിഷനേരം കൊണ്ട് അതിനെ അവൻ വായുൽ പറത്തി. ഇപ്പോൾ എനിക്ക് വിശക്കുന്നു ബാമ. എൻ്റെ വിശപ്പ് നിനക്ക് മാത്രമേ മാറ്റാൻ പറ്റൂ. പ്ലീസ് ഒന്ന് സഹകരിക്ക്. ഇല്ല, ഞാൻ കയറി എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ മൂങ്ങിക്കരഞ്ഞ കാര്യമില്ല. അനിയുടെ സ്വരം കുറച്ചുയർന്നു. എന്തിനാ ഏട്ടാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? ഞാൻ തോറ്റുപോകും. ഏട്ടൻ്റെ കണ്ണിലെ ഈ കാമവും പ്രണയവും താങ്ങാനുള്ള ശേഷി എനിക്കില്ല. അവൾ അവനെ പുണർന്നു. എൻ്റെ കാമവും പ്രണയവും നീയാകുന്നു. നിന്നിൽ എൻ്റെ വിശപ്പും ദാഹവും ഞാൻ അകറ്റും, നിന്നിൽ മാത്രം. അനി ഇത്രയും പറഞ്ഞ് അവൻ അവളുടെ മേൽ ഒന്നുകൂടി അമർന്നു. പാമയുടെ മുഖം ചുംബനങ്ങൾ കൊണ്ട് അവൻ മൂടി. അവളുടെ ചാമ്പയ്ക്ക ചുണ്ടുകളെ അവൻ ചപ്പിവലിച്ചു. ചുണ്ടുകൾ തമ്മിൽ യുദ്ധം നടക്കുന്നയിടയിൽ അവൻ്റെ കൈകൾ അവളുടെ മാറിലേക്ക് ലക്ഷ്യമാക്കി സഞ്ചരിച്ചു. ബാമ അവൻ്റെ കരങ്ങൾ മാറിൽ പതിഞ്ഞതും പെട്ടെന്ന് ഉയർന്നു പൊങ്ങി. അവൻ അവളുടെ ബ്ലൗസ് അഴിച്ചുമാറ്റി. അവളുടെ അഴകാർന്ന നെഞ്ചിലെ കാക്കപ്പുള്ളിയെ അമർത്തി ചുംബിച്ചു. നാവ് കൊണ്ട് ഒഴിഞ്ഞു. ബാമയുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. പൊട്ടുമെന്ന് അവൾക്ക് തോന്നി. അവൻ ചുംബനം കൊണ്ട് അവളുടെ നെഞ്ചിലേക്ക് തൻ്റെ പ്രണയം പ്രവേശിപ്പിച്ചു. അവൻ താഴെ അവളുടെ ആലിലെ വയറിന് നടുവിലെ പൊക്കിൽ ചുഴി നോക്കി തൻ്റെ മുഖം അങ്ങോട്ട് താഴ്ത്തി. അവിടെ ചുംബിച്ചുകൊണ്ട് തൻ്റെ ദന്തം അവിടെ ആഴ്ന്നിറക്കി. ബാമയിലെ സ്ത്രീ ഉണർന്നു. അവൾ അവൻ്റെ നഖങ്ങൾ അവൻ്റെ പുറത്തു കോരി വലിച്ചു. അനി ഉയർന്നു നിന്ന് തൻ്റെ ഷർട്ട് അഴിച്ചു. അവൻ്റെ വെണ്ണ തോൽക്കുന്ന നിറമുള്ള മേനി, ആരോഗ്യം നിറഞ്ഞ ബലമായ പേശികൾ എല്ലാം അവൾക്കൊരു കൗതുകമായി തോന്നി. അവൻ വീണ്ടും അവളിലേക്ക് പടർന്നു. നാണം തോന്നിയ ബാമ പുതപ്പ് തൻ്റെ മേലിൽ വലിച്ചിട്ടു. അനി നിമിഷ നേരം കൊണ്ട് അത് താഴേക്ക് വലിച്ചിട്ടു. ഞാൻ കാണാതെയാണോ എന്തിനെ ഇങ്ങനെ മറച്ചു വയ്ക്കുന്നത്? ഞാനും നീയും തമ്മിൽ ഒരു നൂലിഴ ബന്ധം പോലും ഇല്ലാതെ നിന്റെ മാറിൽ മുഖം ചേർത്ത് കിടക്കണം. നിന്നിൽ തോന്നുന്ന പരിഭവവും നിന്നോടുള്ള എൻ്റെ പ്രണയവുമെല്ലാം അവിടെയാണ് അവസാനിക്കുന്നത്. നിന്റെ നെഞ്ചിലെ ചൂട് എനിക്ക് വേണ്ടി മാത്രമാവണം. അനി ഇത്രയും പറഞ്ഞ്
അവൻ അവളുടെ മാറിൽ ഒന്നുകൂടി മുഖം ചേർത്തു. അവളുടെ താലിൽ പിടുത്തമിട്ടു. അവളുടെ മാറിൽ ദന്തം വാഴ്ത്തി. വാമിയുടെ ശ്വാസഗതി ഉയർന്നു. അനിയുടെ പ്രണയവും കാമവും തനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്ന് അവൾക്ക് തോന്നി. കിടന്നു പിടയല്ലേ? അനി ദേഷ്യത്തോടെ അവളെ നോക്കി. വാമ നാണം കൊണ്ട് മുഖം ചെരിച്ചു കിടന്നു. അനിക്ക് അവളുടെ പ്രവൃത്തിയിൽ ചിരി വന്നു. നിന്റെ ചോക്ലേറ്റ് സ്കിൻ ഇപ്പോൾ ഞാൻ കടിച്ചു പറിച്ചു. ചുവപ്പായോ എന്നൊരു സംശയം അനി അവളുടെ മുഖം അവൻ്റെ നേരെയാക്കി ചോദിച്ചു. ആയിട്ടുണ്ടാവും, എനിക്ക് നീറുന്ന പോലെയുണ്ട്. ഭാമ ചുണ്ട് കൂർപ്പിച്ച് പറഞ്ഞു തീരുന്ന മുമ്പ് അവൻ വീണ്ടും അവളുടെ ചുണ്ടിനെ പ്രണയത്തോടെ ചുംബിച്ചു. ചുംബനങ്ങൾ കൊണ്ട് അവളിലെ ഓരോ അണുവും അവൻ ഉണർത്തി. ഭാമ എന്ന സ്ത്രീയെ പിടിച്ചിരുത്താൻ കഴിയുന്ന തൻ്റെ പൗരുഷം ആ സന്ധ്യാനേരത്ത് അവൻ അവൾക്ക് മുന്നിൽ സമർപ്പിച്ചു. അവളെ പൂർണ്ണമായി തൻ്റെ പാതിയാക്കി അവൻ നെഞ്ചോട് ചേർത്തു. അവളുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീർത്തുള്ളിയെ അവൻ ചുംബിച്ചു. ഭാമ, നിന്നെ ഞാൻ പ്രണയിക്കുന്നു. നിന്റെ എല്ലാത്തിലും എനിക്ക് പ്രണയമാണ്. നിന്റെ മുടിയിലും കണ്ണിലും ചുണ്ടിലും, എന്തിന് നിന്റെ വിയർപ്പിൻ്റെ മണത്തിന് പോലും എന്നെ ഉണർത്താൻ കഴിയും. ഇത്രയും പറഞ്ഞ് അവളുടെ തൊണ്ടക്കുഴിൽ നിറഞ്ഞു നിന്ന വിയർപ്പ് കണങ്ങൾ അവൻ രുചിച്ചു. ഭാമ തളർന്ന് അവശയായെങ്കിലും തൻ്റെ പ്രാണനെ അവൾ ഒന്നുകൂടി ആലിംഗനം ചെയ്തു.